അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്. അല്ലാഹു തആല അവതരിപ്പിച്ചതുകൊണ്ട് അവർക്കിടയിൽ അങ്ങ് വിധി പ്രസ്താവം നടത്തുക. വലാ തത്തബിഉ അഹ്വാഅഹും. അവരുടെ ദേഹേച്ഛയെ അതിനെ പിൻപറ്റരുത്. വഹ്ദറുഹും. അവരോട് ജാഗ്രത കാണിക്കണം, അവർ സൂക്ഷിക്കണം. എന്ത്? യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. അല്ലാഹു താങ്കളിലേക്ക് ഇറക്കിയതിനെ വിഷയത്തിൽ അതിന് ചിലതിനെ തൊട്ട് അവരെന്ത് ചെയ്യും? അങ്ങയെ തെറ്റിക്കും. ഫഇൻ തവല്ലൗ. ഇനി അവരങ്ങനെ പുറംതിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം. അല്ലാഹു അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾ കാരണം അവരെ മുസീബത്ത് അവർക്ക് നൽകാനാണ്. വഇന്ന കസീറൻ മിനന്നാസി ലഫാസിഖൂൻ. ജനങ്ങളിൽ നിന്ന് അധിക പേരും അധിക ആളുകളും സിംഹഭാഗവും അവർ ദുർനടപ്പുകാരാണ്, ധിക്കാരികളാണ്. അഫഹുക്മൽ ജാഹിലിയ്യതി യബ്ഗൂൻ. അവര് ജാഹിലിയ്യത്തിലെ ആ വിധിയെയാണോ അവർ ആഗ്രഹിക്കുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. ദൃഢവിശ്വാസികളായ, ദൃഢമായി കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക് അള്ളാഹുവിന്റെ വിധിയല്ലാതെ ഉദാത്തമായത് വേറെ ഏതാള്ളത്? നല്ല വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹ് പറഞ്ഞു കൊടുക്കണം, യാ അയ്യുഹല്ലദീന ആമനൂ. സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറാ ഔലിയാ. നിങ്ങൾ ഒരിക്കലും യഹൂദി നസ്വാറാക്കളെ മിത്രങ്ങളാക്കരുത്, നിങ്ങൾ അവരെ രക്ഷാകർത്താക്കളാക്കരുത്. ബഅ്ദുഹും ഔലിയാഉ ബഅദ്. അവിടെ അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടു. അത് പറയാൻ കാരണം എന്താ അറിയോ? യഹൂദികളും നസ്വാറാക്കളും തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. എന്നും പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഓല പൊതുശത്രു നമ്മളാണ്. അതാണ് ഓര് പരസ്പരം നമ്മളെ എതിർക്കാൻ എന്താകുന്നത്? മിത്രങ്ങളാകുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. അതുകൊണ്ടാണ് അവർ പരസ്പരം ഔലിയാക്കളാണെന്ന് പറയാൻ കാരണം. ഒരു ഭയങ്കര വെറുപ്പും എതിരുവാണ്. നമുക്ക് തന്നെ അറിയില്ലേ, ജൂതന്മാരെ പിന്നെ യൂറോപ്പിൽ ക്രൈസ്തവർ കാണിച്ചത് ആളെ നിർത്തി എണ്ണ വെച്ച് കത്തിച്ച്. അങ്ങനെയാണ് കുറേ ജൂതന്മാർ ഒരു ഗതിയില്ലാതെ അലഞ്ഞു നടന്ന് ഫലസ്തീനിലെ അറബിയാൾ ഓൽക്ക് ഇത് കൊടുത്തത്. ഓല് തമ്മിലുള്ള പ്രശ്നമല്ലത്. പിന്നെ അവസാനം അഭയം കൊടുത്തവർക്കെതിരെ തിരിഞ്ഞു യൂതന്മാരെന്ന് മാത്രം ഓല പിന്മുറക്കാൻ. ഒരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ധാരാളം ജൂതന്മാരോട് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, പലതും എന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവര് നബിയുടെ കാലത്തൊക്കെ ഓര് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. പക്ഷേ നമ്മളെ എതിർക്കാൻ ഒരൊറ്റക്കെട്ടാവും. അതുകൊണ്ടാണ് പറയേണ്ടത് അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളിയും, നമുക്ക് പോലെ എല്ലാവരും ഒന്നേ കാരണം. ومن يتولهم منكم فإنه منهم. നിങ്ങൾ ആരെങ്കിലും അവരെ മിത്രങ്ങളാക്കുകയാണെങ്കിൽ നിങ്ങൾ അവരിൽ പെട്ടുപോകും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തീർച്ചയായും അല്ലാഹു ളാലിമീങ്ങളായ ഒരു ജനതക്ക് മാർഗദർശനം നൽകുകയില്ല തന്നെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹു വലാ തത്തബിഉ അഹ്വാഅഹും വഹ്ദറുഹും അൻ യഫ്തിനൂക അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക. فإن تولوا فاعلم أنما يريد الله أن يصيبهم ببعض ذنوبهم وإن كثيرا من الناس لفاسقون. أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون.
يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتولهم منكم فإنه منهم إن الله لا يهدي القوم الظالمين. صدق الله العلي العظيم.